Hello, in this video we will look at the concept of free software and open software. Free software, what is it? The first formal definition of free software was published by FSF, Free Software Foundation, in February 1986. The free software definition, written by Richard Stallman and published by FSF, defines free software as a matter of liberty, not price. ഈ ഫ്രീ എന്ന് പറയുന്നത് എന്താണ്? അത് പൈസ വാങ്ങില്ല എന്നുള്ളതല്ല, സോഫ്റ്റ്വെയറിന് പൈസ കൊടുക്കണ്ട എന്നുള്ളതല്ല, മറിച്ച് ആ സോഫ്റ്റ്വെയർ വാങ്ങുന്ന ആൾക്ക് അത് ഉപയോഗപ്പെടുത്താനും അതിൽ മാറ്റങ്ങൾ വരുത്താനും അത് ഷെയർ ചെയ്യാനും ഒക്കെ ഉള്ള സ്വാതന്ത്ര്യമുണ്ട് എന്നുള്ളതാണ്. ലിബർട്ടിയാണ് ഇവിടെയുള്ള ഈ ഫ്രീ. ഫ്രീ സ്റ്റാൻഡ്സ് ഫോർ ഫ്രീഡം, not about the monetary value. Free software means software that respects users' freedom and community. Roughly, it means that the users have the freedom to run, copy, distribute, study, change and improve the software. Thus, free software is a matter of liberty, not price. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റാണ്. ഇത് ചോദിക്കും, ഫ്രീ സോഫ്റ്റ്വെയർ എന്താണ്? ഓക്കെ, സോ ഫ്രീ സ്റ്റാൻഡ്സ് ഫോർ ലിബർട്ടി, ഫ്രീഡമാണ്, നോട്ട് മോണിറ്ററി വാല്യൂ. പ്രൈസ് അല്ല, പൈസ കൊടുക്കേണ്ടി വരും. ഇഫ് ഒരുപാട് ഫ്രീ സോഫ്റ്റ്വെയർസ് ദേ ആക്ച്വലി യു ഹാവ് ടു ബൈ ദ ഫ്രീ സോഫ്റ്റ്വെയർ, ബട്ട് ആഫ്റ്റർ യു ബൈ ഇറ്റ് യു ക്യാൻ സ്റ്റഡി ഇറ്റ്, യു ക്യാൻ ഓൾട്ടർ certain aspects of it, then share it with others. ഇതൊക്കെ ചെയ്യാനുള്ള ഒരു ഫ്രീഡം ഉണ്ട് എന്നുള്ളതാണ്. To understand the concept, you should think of free as in free speech, not as in free beer എന്നാണ് പറയുന്നത്. ഫ്രീ ആയിട്ട് കിട്ടുന്ന ഭക്ഷണ സാധനമോ അല്ലെങ്കിൽ ഫ്രീ ബിയറോ അല്ല, ഫ്രീ സ്പീച്ച്. യു ആർ ഫ്രീ ടു ഡു തിങ്സ് വിത്ത് ഇറ്റ്, വിത്ത് ദിസ് സോഫ്റ്റ്വെയർ. We sometimes call this is also known as libre software, borrowed from the French or the Spanish word for free. Now, there are 4 essential freedoms that are defined by this foundation. A program is free software if the program's users have the 4 essential freedoms. എന്തൊക്കെയാണ്? The freedom to run the program as you wish for any purpose, that is freedom 0. The freedom to study how the program works, that is freedom 1. The freedom to redistribute copies, freedom 2. Freedom to distribute copies of your modified versions to others, freedom 3. ഇതാണ് 4 freedoms ഉള്ളത്. A program is free software if it gives users adequately all of these 4 freedoms. Otherwise, it is non-free എന്നാണ് പറയുന്നത്. Now, examples of free software: Linux kernel, then GNU, Linux operating systems. ഇതൊക്കെ free softwares ആണ്. What is GNU or GNU? അതൊരു മൃഗമാണ്, മൃഗത്തിൻ്റെ പേരും കൂടി ഗ്നു എന്നുണ്ട്. പക്ഷേ ഇവർ ഉപയോഗിച്ചിട്ടുള്ള ഈ ഗ്നു ഇറ്റ്സ് എ ഡിഫറെൻറ്റ് it represents a different concept. GNU is an extensive collection of free software which gave rise to the family of operating systems popularly known as Linux. Linux systems തുടങ്ങാനുള്ള ഒരു തുടക്കക്കാരനായിരുന്നു നമ്മുടെ ഈ GNU എന്ന് പറയുന്ന പ്രൊജക്റ്റ്. GNU is a recursive acronym. Recursive എന്ന് പറഞ്ഞാൽ റിപ്പീറ്റേറ്റീവ് ആണ്. ഇറ്റ് സ്റ്റാൻഡ്സ് ഫോർ GNU's not Unix. GNU എന്നുള്ളതിൻ്റെ അക്രോണിം എന്താണ്? അക്രോണിം പറഞ്ഞാൽ അതിൻ്റെ പൂർണ്ണരൂപം എന്താണ്? GNU not Unix എന്നുള്ളതാണ്. അപ്പോൾ ആ പേരിൽ തന്നെ ഈ വാക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അതിനെ റിക്കർസീവ് എന്ന് പറയുന്നത്. ഇപ്പോൾ GNU's ഡിസൈൻ എന്ന് പറഞ്ഞാൽ വീണ്ടും വേറൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്, അതുപോലെയുള്ളതാണ്, പക്ഷെ അതല്ല. ഓക്കെ, അതാണ് അതിൻ്റെ ഡിഫറൻസ് വരുന്നത്. പിന്നെ ലിനക്സ് എന്താണ്? ലിനക്സ് ഈസ് എ വേർഷൻ ഓഫ് യുണിക്സ് അഗെയിൻ അനദർ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. അപ്പോൾ ലിനക്സ് ഒരു പ്രത്യേക സെറ്റ് ഓഫ് പ്രോഗ്രാംസ് ആണ്. അത് വെച്ചിട്ട് നമുക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ഉണ്ടാക്കാൻ പറ്റും, വേറെ മറ്റ് പല പ്രോഗ്രാംസ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ പല പോസിബിലിറ്റീസും ഉള്ള ഒരു കേർണൽ ഓഫ് പ്രോഗ്രാംസ് ആണ് ഈ ലിനക്സ് എന്ന് പറയുന്നത്. ഇതാരുടെ പ്രൊജക്റ്റായിരുന്നു ലിനക്സ്? ഇറ്റ് വാസ് എ പ്രൊജക്റ്റ് ഓഫ് ലിനസ് ടോർവാൾഡ് എന്നുള്ള ആൾ ഒരു കമ്പ്യൂട്ടർ സയൻറ്റിസ്റ്റ് അല്ലെങ്കിൽ സ്റ്റുഡൻറ്റ്. ഹി ആക്ച്വലി മെയ്ഡ് യൂസ് ഓഫ് എ പോപ്പുലർ ക്ലാസ് റൂം ടീച്ചിങ് ടൂൾ കോൾഡ് മിനിക്സ്. ഈ മിനിക്സിനെ ഒന്ന് മോഡിഫൈ ചെയ്തിട്ടാണ് ഈ ലിനക്സ് എന്നുള്ള ഈ പ്രൊജക്റ്റ് തുടങ്ങുന്നത്. ഈ ലിനസ് ടോർവാൾഡ്സ് ഒരു പെൻഗ്വിനാണ് അതിൻ്റെ ലോഗോ.
Red Hat ഉണ്ട്. Red Hat is a software that provides technical support to Linux. ഇപ്പോൾ ലിനക്സ് കേർണലിനെ എടുത്തിട്ട് ലിനക്സിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ഒക്കെ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ് റെഡ് ഹാറ്റ് എന്ന് പറഞ്ഞാൽ. റെഡ് ഹാറ്റ് തന്നെ ഫെഡോറ എന്നുള്ള OS ഉണ്ടാക്കുന്നുണ്ട്. Then another term which you will come across is Ubuntu. The word Ubuntu is an African word which means humanity to others. Again, community concept ആണ്. അപ്പോൾ എല്ലാവരും വളരെ സൗഹാർദ്ദപരമായിട്ട് ജീവിക്കുന്ന ഒരു കോൺസെപ്റ്റാണ് ഉബുണ്ടു. യു ആർ ആക്ച്വലി ഹെൽപ്പിംഗ് ഈച്ച് ദർ ഔട്ട് ബൈ ഷെയറിംഗ്. ഇറ്റ്സ് എ കമ്മ്യൂണിറ്റി ബേസ്ഡ് ലിനക്സ് ബേസ്ഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ഓൺ ഡെസ്ക്ടോപ്സ്, ലാപ്ടോപ്സ് ആൻഡ് സെർവേഴ്സ്. Fedora is a Linux distribution developed by the community supported Fedora project. It is sponsored by Red Hat. Another concept which you must be familiar with is copyleft. Copyright and copyright infringement, plagiarism ഒക്കെ നിങ്ങൾ കേട്ട് കാണും. അതുപോലെ തന്നെ കോപ്പി ലെഫ്റ്റും ഉണ്ട്. എന്താണത്? വാട്ട് ഇസ് ഇറ്റ്? കോപ്പിറൈറ്റ്സ് എക്സിസ്റ്റ് ഇൻ ഓർഡർ ടു കോപ്പിറൈറ്റ് എന്തിനാണ്? കോപ്പിറൈറ്റ്സ് എക്സിസ്റ്റ് ഇൻ ഓർഡർ ടു പ്രൊട്ടക്ട് ഓതേഴ്സ് ഓഫ് ഡോക്യുമെൻറ്റേഷൻ ഓർ സോഫ്റ്റ്വെയർ ഫ്രം അൺഓതറൈസ്ഡ് കോപ്പിയിങ് ഓർ സെല്ലിംഗ് ഓഫ് ദെയർ വർക്ക്. ഒരാൾ എഴുതിയിട്ടുള്ള കൃതികൾ, ഒരാൾ നിർമ്മിച്ചിട്ടുള്ള സിനിമകൾ, അവരുടെ സൃഷ്ടികൾ, അവരുടെ കൊട്ടേഷൻസ് വേറൊരാൾ ഉപയോഗപ്പെടുത്താതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യം, ഒരു ഡോക്യുമെൻറ്റേഷനാണ്, ഒരു ലീഗൽ സിസ്റ്റമാണ് നമ്മുടെ ഈ കോപ്പിറൈറ്റ് എന്ന് പറയുന്നത്. സോ പീപ്പിൾ ക്യാൻ ടേക്ക് ആക്ഷൻ ഇഫ് സംബഡി ഹാസ് നോട്ട് ഗിവൺ ഡ്യൂ ക്രെഡിറ്റ് ടു ദീസ് പീപ്പിൾ ഫ്രം ഹൂം ദേ ഹാവ് ടേക്കൻ ദെയർ ഐഡിയാസ്. അപ്പോൾ കോപ്പി ലെഫ്റ്റ് എന്താണ്? A copyleft, on the other hand, provides a method for software or documentation to be modified and distributed back to the community, provided it remains libre. എന്താണ് കോപ്പി ലെഫ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? കോപ്പി ലെഫ്റ്റ് ഉണ്ട് എങ്കിൽ യു ക്യാൻ ആക്ച്വലി യൂസ് ദിസ് പെർട്ടിക്കുലർ ക്രിയേഷൻ, യു ക്യാൻ മോഡിഫൈ ഇറ്റ് ആൻഡ് ഗിവ് ഇറ്റ് ബാക്ക് ടു ദ കമ്മ്യൂണിറ്റി. പക്ഷേ അത് മോണിറ്ററി ബെനിഫിറ്റ്സ് ഉണ്ടാക്കാൻ പാടില്ല. അതുകൊണ്ട് സോ യു ആർ ഡൂയിങ് ദിസ് ഔട്ട് ഓഫ് compassion for the community, you're sharing it with the community. അതാണ് കോപ്പി ലെഫ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. Copy left is the rule that when redistributing the program, you cannot add restrictions to deny other people the central freedoms. അപ്പോൾ നിങ്ങൾ ഒരാൾ സോഫ്റ്റ്വെയർ എടുത്തു, ഈ സോഫ്റ്റ്വെയർ നമ്മൾ ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ ഇഷ്ടം പോലെ അത് മാറ്റിയിട്ട് ഷെയർ ചെയ്യുമ്പോൾ വേറെ ആളുകൾക്ക് അത് ഓരോരോ കണ്ടീഷൻസ് വെക്കാൻ പാടില്ല. യു ഷുഡ് നോട്ട് ലിമിറ്റ് ദ അതർ പീപ്പിൾസ് use of this particular software. അതാണ് കോപ്പി ലെഫ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. You are free to use this, but you should not impose restrictions on the software which you have modified. Copy left. Then another concept is the DRM, Digital Rights Management System, a systematic approach to copyright protection for digital media. നമ്മൾ സിനിമകളൊക്കെ പലപ്പോഴും പൈറേറ്റ് ചെയ്യപ്പെടാറുണ്ട്. അപ്പോൾ അതൊക്കെ നിയന്ത്രിക്കാനുള്ള ഒരു സിസ്റ്റമാണ്. Suppose a person goes to a movie theater and shoots the movie, and then after coming out he puts it on the YouTube or maybe sells it to some other people. So that's actually an infringement of the copyright. So അതൊക്കെ തടയാനുള്ള ഒരു സിസ്റ്റമാണ് നമ്മുടെ ഡിജിറ്റൽ റൈറ്റ്സ് മാനേജ്മെൻറ്റ് സിസ്റ്റം. Then we talked about free software. There's another concept called the closed source software. എന്താണ്? നമ്മൾ ഉപയോഗിക്കുന്ന മൈക്രോസോഫ്റ്റിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, അതൊക്കെ ക്ലോസ്ഡ് സോഴ്സ് സോഫ്റ്റ്വെയർ. യു കനോട്ട് ഓൾട്ടർ ദാറ്റ്, യു കനോട്ട് ചേഞ്ച് ദ സോഫ്റ്റ്വെയർ. അത് അവരുടെ സോൾ അതോറിറ്റിയാണ്, ക്രിയേറ്റേഴ്സിൻ്റെ. പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർ ആണ്. പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർ ഇസ് ഓൾസോ നോൺ ആസ് ക്ലോസ്ഡ് സോഴ്സ് സോഫ്റ്റ്വെയർ. ഇറ്റ് റെഫേഴ്സ് ടു നോൺ ഫ്രീ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ that has restrictions on any combination of the usage, access, copying, modification or distribution of modified versions of the software. അപ്പോൾ നമുക്ക് ആ എന്താണ് ക്ലോസ്ഡ് സോഴ്സ് സോഫ്റ്റ്വെയർ ഒരു കാരണവശാലും ഇത് ഷെയർ ചെയ്യാനോ അതിന് മാറ്റങ്ങൾ വരുത്താനോ പറ്റില്ല. അതിനുള്ള ഫ്രീഡം നമുക്കില്ല. ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ഉണ്ട്. അപ്പോൾ ക്ലോസ് സോഴ്സ് ഉണ്ടെങ്കിൽ ഓപ്പൺ സോഴ്സും ഉണ്ട്. ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ is similar to this free software. Although the terms free software and open source software refer to essentially the same set of licenses, തന്നെയാണ് ബേസിക്കലി രണ്ട് കോൺസെപ്റ്റും സെയിം ആണ്. ഫ്രീ സോഫ്റ്റ്വെയറും ഓപ്പൺ സോഴ്സ് എന്ന് പറയാൻ രണ്ടും ഏകദേശം സെയിം ആണ്. ഒരു വിഭാഗം ആളുകൾ ഒരു ടേം ചൂസ് ചെയ്തെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ആദ്യം വന്നിട്ടുള്ള കോൺസെപ്റ്റ് നമ്മുടെ ഈ ഫ്രീ സോഫ്റ്റ്വെയർ ആണ്. പിന്നീടാണ് ഈ ഫ്രീ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്ത് വരുമ്പോൾ, അതായത് ഒരു പർട്ടിക്കുലർ ഒരു സോഫ്റ്റ്വെയർ നമുക്ക് നമ്മുടെ കയ്യിൽ കിട്ടി, നമുക്കത് മോഡിഫൈ ചെയ്യാൻ പറ്റും.
അപ്പോഴാണ് വേറൊരാളും അയാളുടെ ഐഡിയാസ് കൊണ്ടുവന്നു. അപ്പോൾ ഈ രണ്ട് സോഫ്റ്റ്വെയർസ് നമുക്ക് വേണമെങ്കിൽ കമ്പൈൻ ചെയ്തിട്ട് വീണ്ടും അതിനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള പോസിബിലിറ്റീസ് വരാൻ തുടങ്ങിയപ്പോഴാണ് ഓപ്പൺ സോഴ്സ് എന്നുള്ള കോൺസെപ്റ്റ് വരാൻ തുടങ്ങുന്നത്. ഇറ്റ് ഒറിജിനേറ്റഡ് ഫ്രം ഫ്രീ സോഫ്റ്റ്വെയർ which was developed by Richard Stallman. Open source focuses on the practical consequences enabled by these licenses. In the licenses, free software licenses. So free software came first. Later it became apparent that free software was leading to remarkable collaboration dynamics between people. Now another term, FOSS. FOSS stands for free and open source software. It is software that can be classified as both free software and open source software. Freeware and freeware. This refers to the price being free, but the freedom of use is restricted by the creator. ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന പല മീഡിയ പ്ലേയേഴ്സും ഒക്കെ ഫ്രീ ആണ്, നമുക്ക് നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം, യൂസ് ചെയ്യാം. പക്ഷേ പൈസ കൊടുക്കേണ്ടെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അതിൽ മാറ്റങ്ങൾ വരുത്താൻ പറ്റില്ല. അത് ക്രിയേറ്ററിൻ്റെ റൈറ്റ് ആണ്. അങ്ങനെയുള്ളതിനാണ് ഫ്രീ വെയർ എന്ന് പറയുന്നത്. ഫ്രീ സോഫ്റ്റ്വെയർ വേറെ, ഫ്രീ വെയർ വേറെ. ഫ്രീ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ ആ FDFൻ്റെ കോൺസെപ്റ്റുള്ള 4 ഫ്രീഡംസൊക്കെ അംഗീകരിച്ചിട്ടുള്ള കോൺസെപ്റ്റാണ്. ഫ്രീ വെയർ, ഫ്രീ സോഫ്റ്റ്വെയർ. പൈസ കൊടുക്കണ്ട, ബട്ട് യു കനോട്ട് ചേഞ്ച് ദിസ് സോഫ്റ്റ്വെയർ. ഓക്കെ.